വിജയ് അതെന്താ നോക്കട്ടെ. അടിപൊളി വിലുമ്പയാണ് മക്കളെ. ഞാൻ പണിയെടുക്കാൻ വന്ന വീട്ടിൽ എനിക്ക് അടിപൊളി ഇത് നോക്കി നിങ്ങൾ, ആരും പറിക്കാനില്ലാത്ത പൂത്ത് നിൽക്കുന്ന വിലുമ്പയാണ്. ഞാൻ ഏച്ചിനോട് ചോദിച്ചിട്ട് കുറച്ച് പറിക്കാണ്. ഇതാ നോക്ക്, വീട്ടിൽ പോയിട്ട് അടിപൊളി ഇന്ന് വിലുമ്പിൻ്റെ അച്ചാർ നമുക്ക് രാത്രി ഇടാം കേട്ടോ. എല്ലാവർക്കും ഞാൻ കാണിച്ചു തരും. ആഴ്ചകളെ ഇതാ വിലുമ്പി ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കുക. എന്നിട്ട് നല്ല വൃത്തിയുള്ള ഒരു കുപ്പിയിൽ വിലുമ്പിയും കല്ലുപ്പും ചേർത്ത് നല്ല വണ്ണം കുലുക്കി യോജിപ്പിച്ച് ഒരു ദിവസം വെക്കുക. ഇതെന്തിനാന്ന് വെച്ചാൽ വിലുമ്പിയുടെ കറ മൊത്തം പോവാനാണ്. എന്നിട്ട് ഇതാ നല്ല പിറ്റേ ദിവസം എടുത്തിട്ട് വേണം നമ്മൾ അച്ചാറിടാൻ. ഈ വെള്ളം മൂറ്റി കളഞ്ഞിട്ട് വേണേൽ അച്ചാറിടാൻ. എന്താ നല്ല കാന്താരി മുളക്, വെള്ളക്കാന്താരിയും ഇഞ്ചിയും നീളത്തിൽ പൊടിയായിട്ട് അരിഞ്ഞിട്ട് നല്ല പൊടിയായിട്ട് നീളത്തിലരിയണേ. എന്നിട്ട് ഇതാ ഒരു ഇരുമ്പ് ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച ശേഷം നമ്മളിതാ നല്ലെണ്ണയാണ് ഞങ്ങൾ അച്ചാറിടാൻ എടുക്കൽ. എന്താ ഇരുമ്പ് ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് നല്ല എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടി വരുമ്പോൾ നമ്മളിതാ നീളത്തിലരിഞ്ഞത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുക. ചെറിയ ഒരു ബ്രൗൺ കളർ വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ബ്രൗൺ കളറാകുമ്പോൾ കരിവേപ്പില കാന്താരി മുളകും ചേർത്ത് ഒന്നും കൂടി മൂപ്പിക്കുക. മൂത്ത് വരുമ്പോൾ നമ്മളിത് സൈഡിലേക്ക് മാറ്റി വെക്കണം. ഇരുമ്പ് ചീഞ്ചട്ടി അതിന് കരിഞ്ഞു പോകുന്നതിനെ കൊണ്ടാണ് സൈഡിലേക്ക് മാറ്റി വയ്ക്കുന്നത്. എന്നിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കായപ്പൊടി ഇടുന്നത് വീഡിയോ എടുക്കാൻ മറന്നുപോയതാണ്. അപ്പോൾ മൂന്നും ചേർത്ത് നല്ലവണ്ണം എല്ലാം മിക്സ് ചെയ്ത് വിലുമ്പിപ്പുളി ചേർത്ത് നല്ല ഇളക്കി യോജിപ്പിക്കുക. ഗ്രേവി വേണ്ടവർക്ക് ഇളം ചൂടാറിയ വെള്ളം ചേർക്കാവുന്നതാണ്. ഇത് അടിപൊളി ഒരു അച്ചാറാണ്. ഞങ്ങൾക്ക് ഇങ്ങനെയാണ്, ഡ്രൈ ആയിട്ടാണ് അച്ചാർ ഇഷ്ടം. പിന്നെ പല നാടുകളിൽ പല പേരിൽ അറിയപ്പെടുന്ന സാധനമാണ്. ഇവിടെ കോഴിക്കോട് വിലുമ്പിപ്പുളി എന്നറിയാം. നിങ്ങളവിടെ ഏതാ പേരെന്നൊന്ന് അറിയിക്കണേ. പിന്നെ ഇഷ്ടപ്പെട്ട എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ ചെങ്കളെ.